ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ഞാൻ പരിയാനംപറ്റ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി കേട്ടോ. അമ്പലത്തിൽ ഞാനും അച്ഛനും കൂടിയാണ് പോയി തൊഴുത് ഞാൻ പെട്ടെന്ന് തന്നെ പോന്നു. കാരണം എനിക്ക് പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു സംഗമം ഉണ്ടായിരുന്നു തൃക്കടേരി സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട്. അതിന് വേണ്ടി വന്നതാണ് കേട്ടോ. ഞാൻ അവിടെ എത്തിയപ്പോഴേക്ക് തന്നെ ഒരു 11 മണിയൊക്കെ ആയിരിക്കണു. ആളുകളൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ. കുറേ ചെയറുകൾ കണ്ടോ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഈ ചെയറൊക്കെ ഫുള്ളാവണുണ്ട് കേട്ടോ. ഫുൾ ആളുകളുണ്ടായിരുന്നു. നല്ലൊരു പരിപാടിയായിരുന്നു. അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് എന്നെ ചായ തന്നു കേട്ടോ. ചായയും ഇങ്ങനെ ഒരു കപ്പ് കേക്കും കൂടി തന്നു. അതൊക്കെ കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഉദ്ഘാടന സഭയൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ ഡാൻസ് പ്രോഗ്രാമുകളായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഈ കുട്ടിയുടെ ഡാൻസായിരുന്നു, നല്ല ഡാൻസായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഒപ്പന, തിരുവാതിരക്കളി, അതേപോലെ അങ്ങനെ ഓരോരോ പരിപാടികളായിട്ട് ഇങ്ങനെ കുറേ കുട്ടികളുടെ പാട്ടുകളുണ്ടായിരുന്നു. അങ്ങനെ കുറേ പ്രോഗ്രാമുകളുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു പരിപാടികളും. ഈ കുട്ടി കണ്ടോ, ഇത് ബഡ്സ് സ്കൂളിലെ കുട്ടിയാണ് കേട്ടോ. അങ്ങനെ ബഡ്സ് സ്കൂളിലെ കുട്ടികളുടെ പരിപാടികളും ഉണ്ടായിരുന്നു കുറേ എണ്ണം. പക്ഷേക്ക് മുഴുവനൊന്നും കാണാൻ പറ്റിയില്ല. ഉച്ചയ്ക്ക് തന്നെ ഞാൻ തിരിച്ചു പോന്നു. അമ്മ വീട്ടിലൊറ്റയ്ക്കായിരുന്നല്ലോ, അപ്പോൾ അമ്മയ്ക്ക് തോണ വേണ്ട വെച്ചിട്ട് ഞാൻ ഉച്ചയ്ക്ക് തന്നെ പോന്നു. ഇത് ഒപ്പനയാണ് കേട്ടോ. അംഗൻവാടി ഹെൽപ്പേഴ്സിൻ്റെ ഒപ്പനയായിരുന്നു കേട്ടോ. നന്നായി അവർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് തിരുവാതിരക്കളി തുടങ്ങി. ഇതും ആശാവർക്കർമാർ അങ്ങനെയുള്ളവരുടെ പരിപാടികളും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അവിടുത്തെ ഒരു ടീമിൻ്റെ പരിപാടിയായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോന്നു കേട്ടോ. പിന്നേക്ക് അമ്മ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോന്നു. അപ്പോഴേക്ക് തന്നെ ഉച്ച 1 മണി 1:15 ആയിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടായിരുന്നു. ഞാൻ ഭക്ഷണം കൂടിയും കഴിച്ചിട്ടാണ് പോകുന്നത്. നല്ല സദ്യയായിരുന്നു. സദ്യയും പിന്നെ കൂടെ ചിക്കൻ കറിയും കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയപ്പോൾ അവർ പോരുമ്പോൾ ഒരു ബെഡ്ഷീറ്റ് തന്നിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് കേട്ടോ. ഈ പാലിയേറ്റീവ് കെയറിൻ്റെ സംരക്ഷണത്തിലുള്ളവർക്കൊക്കെ ബെഡ്ഷീറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ അമ്മയ്ക്കും കിട്ടിയൊരു ബെഡ്ഷീറ്റ് ഞാൻ കാണിച്ചു തരാം. നല്ല ബെഡ്ഷീറ്റായിരുന്നു, കുഴപ്പമില്ലാതെ. ഞങ്ങൾക്കിപ്പോൾ ബെഡ്ഷീറ്റാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. അത് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരുപാട് ബെഡ്ഷീറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ നല്ലൊരു ബെഡ്ഷീറ്റായിരുന്നു. ഇന്നത്തെ പരിപാടി അടിപൊളിയായിരുന്നു കേട്ടോ.